ശ്രീ ജി വിജയരാഘവൻ, ഈ ബജറ്റ് അവതരണം ധനകാര്യമന്ത്രി തുടങ്ങിയത് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം വന്നു എന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ്. ധനസ്ഥിതി മെച്ചപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ധനകാര്യമന്ത്രി ബജറ്റിനെ സമീപിച്ചിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് കൂടിയാണ്, ആ കാലയളവാണല്ലോ നമ്മുടെ മുമ്പിൽ. ആ നിലയിൽ ഈ ബജറ്റിനെ ധനകാര്യമന്ത്രി അപ്രോച്ച് ചെയ്തു. താങ്കൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് ടു ഇറ്റ് ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു 7 പോയിൻ്റ് ഫോക്കസ് ഏരിയാസ്, അതുപോലെ തന്നെ പിന്നീട് ഒരു 3-4 ഫോക്കസ്. അപ്പോൾ ഒരു അപ്രോച്ച് ഇസ് കറക്റ്റ്, അതിൽ സംശയമൊന്നുമില്ല. ഇതിൽ എനിക്കുള്ള ഒരു വെച്ചാൽ കഴിഞ്ഞ തവണ അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് മുന്നും ചോദിക്കാൻ പക്ഷേ കഴിഞ്ഞ തവണ പറഞ്ഞ ചില ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അതേ ബഡ്ജറ്റ് സ്പീച്ചിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പ്രധാനപ്പെട്ട ചില പോളിസി ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു പ്രോഗ്രസ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അത് ശരിക്കും കഴിഞ്ഞോണം വന്ന പ്രധാനപ്പെട്ട പോളിസി ഇനിഷ്യേറ്റീവ്സിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് അത് അദ്ദേഹം പറയേണ്ടതായിരുന്നു. കാരണം അതിൽ പലതും പല കാരണങ്ങളാലാവാം മുന്നോട്ട് പോയിട്ടില്ല. കണ്ടിന്യൂഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ലേ? കണ്ടിന്യൂഷൻ പറയുന്നു, പക്ഷേ ഇനിഷ്യേറ്റീവ്സ് നമ്മളിപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ്റെ പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ തവണ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം അതിനെപ്പറ്റി ഒരു മെൻഷൻ ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു വലിയൊരു പോസിറ്റീവ് ചേഞ്ച്, അത് പലരും അതിനെ ഒരു നെഗറ്റീവായിട്ട് കാണുമെങ്കിൽ ഞാൻ കിഫ്ബിയെ സെൽഫ് സഫീഷ്യൻ്റ് ആക്കാൻ ഡിസിഷൻ എടുക്കുമെന്ന് പറയുന്നത് ഐ ലുക്ക് അറ്റ് ഇറ്റ് ആസ് എ പോസിറ്റീവ് കാര്യം. കാരണം കിഫ്ബി ഒറിജിനലി കൺസെപ്റ്റലൈസ് ചെയ്ത് തന്നെ ഇൻകം ജനറേറ്റിംഗ് പ്രോഗ്രാംസാണ്. അതിൽ നിന്നും ഗവൺമെൻറ് മാറി അല്ലാത്ത പ്രോഗ്രാമുകൾ കിഫ്ബി ചെയ്യുകയും ചെറിയ പ്രോജക്റ്റിൽ എടുക്കുകയും ചെയ്താണ് കിഫ്ബിക്ക് പറ്റിയൊരു മാറ്റം. അതിൽ നിന്നും തിരികെ ഇതിലോട്ട് മാറുന്നു എന്ന് പറഞ്ഞ് ഇറ്റ് ഇസ് എ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ഡയറക്ഷൻ ഓൺ ഒരു ചേഞ്ചിൽ വന്ന ഡയറക്ഷൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അതുപോലെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സിറ്റുവേഷനിൽ ഐ ഡെഫിനറ്റ്ലി ലുക്ക് അറ്റ് ഇറ്റ് ഇൻ എ പോസിറ്റീവ്.